വചനോത്സവം ഓൺലൈൻ തിരുമുഖ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുമുഖത്തെ സ്നേഹിക്കുന്നവരായിട്ട് ഓരോ നിമിഷവും നമുക്ക് വളരുവാൻ സാധിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും: ഏക സത്യദേവമായ അവിടുത്തെയും അങ്ങ് അയച്ച യേശുക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. സ്നേഹം നിറഞ്ഞവരെ, പിതാവായ ദൈവത്തെയും യേശുക്രിസ്തുവിനെയും അറിയുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. നമ്മൾ പലതും അറിയുവാനായിട്ട് പരിശ്രമിക്കാറുണ്ട്, അല്ലേ? ഒരു മൊബൈൽ ഫോൺ, അതിനെ പറ്റി അറിയുവാൻ പരിശ്രമിക്കാറുണ്ട്. വാഹനം ഓടിക്കാൻ അറിയാൻ, വാഹനങ്ങളെ പറ്റി അറിയുവാൻ, ലോകത്തെ പറ്റി അറിയുവാൻ, അങ്ങനെ പലതിനെ പറ്റി, ടെക്നോളജീസ്, എൻജിനീയറിംഗ് വിദ്യകൾ, അങ്ങനെ എല്ലാത്തിനെ പറ്റി അറിയുവാൻ നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, അറിയാറും ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈശോനെ അറിയാൻ വേണ്ടി ഒരു ദിവസത്തിൽ എത്ര സമയം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്? പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം അറിയുവാൻ ഒരു ദിവസത്തിൻ്റെ എത്ര നിമിഷം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്? നമ്മൾ ഈശോയെ അറിയാത്ത നമ്മുടെ ഒരു ദിവസം പോലും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത്. പിതാവായ ദൈവത്തെ അറിയാത്ത, പിതാവായ ദൈവത്തിൻ്റെയും ഈശോയുടെയും സ്നേഹത്തെ അറിയുവാൻ പറ്റാത്ത ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്. നമുക്ക് ഒരു ഗാനത്തിന് ഈരടിയോട് ചേർന്ന് ഈശോയോട് പാടി പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയെ അറിയുവാൻ ഒരു ദിവസത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുവാൻ എനിക്ക് കൃപ തരണമേ. അങ്ങയുടെ സ്നേഹം അറിയുവാൻ ഒരു ദിവസത്തിൻ്റെ ഭാഗം മാറ്റി വെക്കുവാൻ എനിക്ക് കൃപ തരണമേ. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യം തിരിച്ചറിയുവാൻ ദിവസത്തിൻ്റെ ഒരു ഭാഗം മാറ്റി വെക്കുവാൻ കൃപ തരണമേ എന്ന് ഈശോയോട് ഒരു ഗാനം ആലപിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞവരെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവൻ സാധാരണഗതിയിൽ ഈ ഭൂമിയിലെ ജീവിതത്തെ പറ്റി മാത്രമേ അവൻ ചിന്തിക്കാറുള്ളൂ, ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഒരു ജീവിതം ഉണ്ടാക്കിയെടുക്കുവാൻ. പക്ഷേ അവൻ ഒരിക്കലും നിത്യമായ ഒരു ജീവനെ പറ്റി ചിന്തിക്കാറുണ്ടോ എന്നുള്ളത് സംശയകരമാണ്. ഒരു മനുഷ്യൻ അവൻ മാമോദീസ സ്വീകരിച്ചതിന് ശേഷം അവൻ സ്വന്തമാക്കേണ്ട ഒരു ജീവിതം, നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ സ്വന്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
ആ നിത്യജീവൻ സ്വന്തമാക്കണമെങ്കിൽ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഈശോയെ പറ്റിയും അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈശോയെ അറിയുവാൻ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം മനസ്സിലാക്കുവാൻ ഒരു പരിശ്രമം നമുക്ക് ചെയ്യുവാൻ സാധിക്കട്ടെ. അതുവഴി നിത്യജീവനും നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് ഇടവരുകയും ചെയ്യട്ടെ. ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാ